മഹാവികാസ് അഘാഡിയിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് സഖ്യത്തിനുള്ളിൽ സൗഹൃദ മത്സരത്തിനൊരുങ്ങി കോൺഗ്രസ്. സാംഗ്ലിയിലും ഭീവണ്ടിയിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. നേരത്തെ സാംഗ്ലിയിൽ ഉദ്ധവ് വിഭാഗവും ഭീവണ്ടിയിൽ ശരത് പവാർ വിഭാഗവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, കോൺഗ്രസിന്റെ ഈ നീക്കം സഖ്യത്തിന് തിരിച്ചടിയാവുകയല്ലേ ചെയ്യുക? കോൺഗ്രസിനകത്തുള്ളൊരു വികാരം സഖ്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ സീറ്റ് വിഭജനം ഉണ്ടായപ്പോൾ അത് കോൺഗ്രസിന് ഒരു നഷ്ടക്കച്ചവടമായി മാറി എന്നുള്ളതാണ്. ഏതാണ്ട് 16 സീറ്റോളമാണ് കോൺഗ്രസിന് ഈ സഖ്യത്തിൽ കിട്ടുക. അത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്ന കുറവ് സീറ്റുകളാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട പല സീറ്റുകളും അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സീറ്റാണ് സാംഗ്ലിയിലേത്. നിലവിൽ അവിടെ BJP ആണ് സിറ്റിംഗ് MP. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിന് വലിയ കരുത്തുള്ള ഒരു മേഖല തന്നെയാണ്. പക്ഷേ ശിവസേന ഉദ്ധവ് വിഭാഗത്തിനും അവിടെ കരുത്തുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് അവർ ആ സീറ്റ് നേടിയെടുത്തത്. ഈ സഖ്യത്തിൽ ഒരുമിച്ചുള്ള ഒരു പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സാംഗ്ലിയിൽ ചന്ദ്രഹാർ പാട്ടീലിനെ ശിവസേന ഉദ്ധവ് വിഭാഗം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ഭീവണ്ടിയിൽ കോൺഗ്രസും NCPയും തമ്മിലായിരുന്നു തർക്കം. പക്ഷേ അവിടെ സുരേഷ് മാത്രേ എന്നൊരു സ്ഥാനാർത്ഥിയെ NCP പ്രഖ്യാപിച്ചു. ഏകപക്ഷീയമായ തീരുമാനമല്ല, മുന്നണിക്കുള്ള ധാരണയാണെന്ന് NCP പറയുമ്പോഴും അത് അങ്ങനെയല്ല എന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സുരേഷ് മാത്രേ കഴിഞ്ഞ 7 തവണ പാർട്ടികൾ മാറിയിട്ടുള്ള ആളാണ്. 2014 അദ്ദേഹം MNSലായിരുന്നു. അന്ന് MNS സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റു. പിന്നീട് ശിവസേനയിലേക്ക് പോയി. ശിവസേനയിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. ഇത്തവണ ഇപ്പോൾ NCPയിലെത്തി അദ്ദേഹം മത്സരിക്കുന്നു. പക്ഷേ ഈ സീറ്റ് പരമ്പരാഗതമായി കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് വിട്ടു നൽകാൻ കഴിയില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. ഇവിടെയും BJP ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജയിച്ചത്. ഏതായാലും AICC നേതൃത്വത്തോട് ഇങ്ങനെ ഒരു ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയാൽ, സമ്മതം കിട്ടിയാൽ ഉടനെ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെയെങ്കിൽ മഹാവികാസ് അഘാഡിക്കുള്ളിൽ ഒരു മണ്ഡലത്തിൽ ആ സഖ്യത്തിനുള്ളിലെ 2 പാർട്ടികൾ നേർക്കുനേർ വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.